ഹായ്, ഞാൻ ഷെബീലാണ്. ഇത് നമ്മൾ മുത്തങ്ങയിൽ നിന്ന് നേരെ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി. മുത്തങ്ങയിൽ നിന്ന് നേരെ റിസോർട്ടിലേക്കുള്ള പോക്കാണ്. സമയം കുറച്ച് ലേറ്റായി പോയി. ഏകദേശം ഒരു 2 മണിയാകാനായി ഈ റിസോർട്ടിലേക്ക് പോകുന്ന ടൈം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റിസോർട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച്. അവിടെ നല്ല കാഴ്ചകളുണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ബാനാസുര ഡാമിൻ്റെ അടുത്താണ് ഈ റിസോർട്ട് വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5.6 സംതിങ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡാമിലേക്ക്. റിസോർട്ടിലേക്കുള്ള ബോർഡാണ്. ഈ വഴിയാണ് റിസോർട്ടിലേക്ക് പോകേണ്ടത്. ബാനസുര ജംഗൽ റിസോർട്ടാണ്. നല്ല വലിയൊരു മലമുകളിലാണ്. നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിസോർട്ടിലേക്ക് വഴിയാണ്. ഇത് ചെറിയൊരു വഴിയാണ്. വേറെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ സൈഡ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ഇല്ല. ഈ ഏരിയയിൽ പോകുമ്പോൾ റേഞ്ചൊന്നും ഇല്ല, തീരെ റേഞ്ചില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വരുമ്പോൾ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടാകും. നമുക്ക് ഡൗട്ട് വരും. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ വേറൊരു റിസോർട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ റിസോർട്ട് വരുന്നത്. ഇതാണ് റിസോർട്ടിലേക്ക് എൻട്രി. ബോർഡ് കാണാൻ റൈറ്റ് സൈഡിൽ ബാനസുര ജംഗൽ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഫുൾ ഫോറസ്റ്റിൻ്റെ അകത്താണ്. നല്ല ഡീപ്പ് ഫോറസ്റ്റിന് വലിയൊരു മലമുകളിലാണ് ഈ റിസോർട്ട് കിടക്കുന്നത്. ഫുള്ള് ഗ്രീന്, ഫുള്ള് മരങ്ങളായിരുന്നു. ഇതാണ് നല്ല രസം. നല്ല ഓഫ് റോഡ് ടൈപ്പ് വണ്ടിയൊക്കെ ഉണ്ടായി. നല്ല രസമായിരുന്നു. വെച്ചാൽ റോഡ് കുറച്ച് മോശമായിരുന്നു. വരുന്ന വഴിക്കും ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയും ചെറിയ മോശം ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കയറ്റമായിരുന്നു. കയറ്റം കയറിയിട്ടാണ് പോകേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിലും വേറൊരു റിസോർട്ടുണ്ട്. ഈ നമ്മളെ റിസോർട്ടാണ് ഈ കാണുന്നത്. ഇത് അവരുടെ ഗേറ്റ്, സെക്യൂരിറ്റി ഗേറ്റ്. എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ നമുക്ക് വണ്ടി വെക്കാനൊരു സ്ഥലമുണ്ട്. റൈറ്റ് സൈഡിൽ വണ്ടി വെച്ചിട്ട് നമ്മൾക്ക് റിസപ്ഷനിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയായിരുന്നു. ആ കാണുന്നതാണ് പാർക്കിംഗ്. റിസപ്ഷനിൽ പോകാനുള്ള പാർക്കിംഗ് ആണ്. അങ്ങനെ ഇവിടെ റിസപ്ഷനിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം റൂമിലേക്ക് പോകാൻ. ഇത് നമ്മൾ റിസോർട്ടിലെത്തി സാധനമൊക്കെ വെച്ച് ലഗേജൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. വെറുതെ ഒന്ന് റിസോർട്ടിൽ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വെച്ചിട്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്ര ചൂടില്ല, നാട്ടിൽ അത്ര ചൂടില്ല. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഫുള്ള് മരങ്ങളും ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിരുന്നു. നല്ല ആംബിയൻസ് അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു.
ദൂരെ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ അകത്ത് നല്ല വെള്ളമാവും. താഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മൾ ഒന്ന് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് അവിടെ പോകാമെന്നല്ലേ. പിന്നെ നല്ല ഫുൾ ഫോറസ്റ്റ് പ്ലേസ്, ഫുള്ളും മരങ്ങളാണ്. നല്ല നല്ല എന്തെല്ലോ മരങ്ങളുണ്ട്. നല്ല കാറ്റും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിൽ. ഇപ്പോഴും ചെറിയ കാറ്റിങ്ങനെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാടിനൊക്കെ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. നല്ലതിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് നമ്മൾ നല്ലതിൽ കേൾക്കുന്നുണ്ട്. നല്ല പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ്, അതിൻ്റെ മുകളിൽ കയറിക്കാൻ നല്ല വ്യൂ പോയിൻ്റാണ്. നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി തണുപ്പ് കാറ്റാണ്. ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫുള്ളും ഈ മുള മരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ കാറ്റടിക്കുമ്പോൾ വേറൊരു സൗണ്ട് വരും. പിന്നെ ഇതൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ്. ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റി, ചെറുങ്ങനെ കാണാൻ പറ്റി ഇവിടെ നിന്ന്. ഇത് നേരെ പോകുന്നത് നമ്മൾ റിസപ്ഷനിലേക്ക് പോകാൻ പറ്റും. പിന്നെ റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്ക് എടുക്കാൻ വെച്ചിട്ടാണ്. അവിടെ ടീയും പിന്നെ നമുക്ക് വേണ്ട സ്നാക്സ് എന്താ വെച്ചാൽ പറഞ്ഞാൽ അവർ ഉണ്ടാക്കിത്തരും. പിന്നെ അവരെ മെനുവിലുള്ളത് മാത്രം ആക്കിത്തരും. അപ്പോൾ അതിന് വേണ്ടിക്ക് അതൊന്ന് കഴിച്ചിട്ട് വരാൻ വെച്ചിട്ട് ഇങ്ങനെ പോയായിരുന്നു. കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്, നോർമൽ റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റാണ്. ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ ഒന്ന് വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാമെന്ന് വെച്ച്. വെള്ളച്ചാട്ടത്തേക്ക് അല്ലെങ്കിൽ വലിയൊരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകണം. സ്ലിപ്പാവാതെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ പാറ പോലത്തെ ഒരു സ്റ്റെപ്പാണ്. പാറേനോട് ഉണ്ടാക്കിയ ടൈപ്പ് കോൺക്രീറ്റ് പിന്നെ പാറയുണ്ട്. നമുക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ ഇറങ്ങിപ്പോകണം. നമ്മൾ വെള്ളച്ചാട്ടത്തിലൊന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് ആ സൗണ്ടും ആ ഒരു ക്ലൈമറ്റും. മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു സ്റ്റെപ്പാണ്. ഇങ്ങനെ നല്ല സൂക്ഷിച്ച് വേണം ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ. പല പല മരങ്ങളുണ്ട്, എന്തെല്ലോ മരങ്ങളും ഒരുപാട് ചെടികളും. ഒരു നല്ല സെറ്റപ്പിലാണ് ഈ റിസോർട്ട് പണിതതും.
ഇത് നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് കാണുന്ന കാഴ്ചയാണ്. ആ മല ഫുള്ള് ഫോറസ്റ്റാണ്. ഫോഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു ഏരിയ കവർ ചെയ്തിട്ട് പിന്നെ വെയിൽ വരുന്നത്, പിന്നെ മഴ, എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു വരവാണ്. നല്ല രസമുണ്ടായിരുന്നു. ആ ദൂരെ കാഴ്ച സൂം ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിന് മുകളിൽ കയറിയാലും നല്ല കാഴ്ച ഉണ്ട്. പക്ഷേ ഫോണിലൊന്ന് സൂം ചെയ്ത് നോക്കിയതായിരുന്നു എന്തെങ്കിലും കാണാൻ പറ്റുമോ, നല്ല വ്യൂ കിട്ടുമോ. നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറുമ്പോൾ നല്ല കാറ്റായിരുന്നു. ഇടയ്ക്ക് കാറ്റ് നല്ല ഉണ്ടാവും, ഇടയ്ക്ക് ചെറുങ്ങനെ കുറയും. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കുറേ മരങ്ങളും കുറേ ബേർഡ്സും പിന്നെ ചീവീടിൻ്റെ സൗണ്ടും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പേടിക്കാനൊന്നുമില്ല, അതൊന്നും ഇവിടെ വരില്ല. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കാറ്റാണ്, നല്ല ക്ലൈമറ്റും. അതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അത്രയും സൂപ്പറായിരുന്നു. നമ്മളിങ്ങനെ റിസോർട്ടിൽ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ ടെന്നീസ് കോർട്ടുണ്ട്, ഷട്ടിൽ കോർട്ടുണ്ട്, പിന്നെ ക്യാരംസ് എല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് പോയി റൂമിലെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ താമസിച്ച റൂമിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ടുണ്ട്. റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ആദ്യം തുറന്നു പോകുന്ന രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റിയ ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. റൂമിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരണം. ഇവിടെ ചെറിയൊരു കിച്ചണുണ്ട്. ചായ ഉണ്ടാക്കാനും എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വാഷ് ബേസിനും ഹീറ്ററും അതൊക്കെ ആയിട്ട്. മറ്റേ AC റൂമാണിത്. ചെറിയൊരു ഷെൽഫുണ്ട് ഇവിടെ, നമ്മളെ ഡ്രസ്സ് വെക്കാൻ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ചൂടുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു.
തികച്ചും കാട്ടിൽ താമസിക്കുന്നൊരു ഫീലാണ്. ആംബിയൻസ് അടിപൊളിയായിരുന്നു. നല്ല മഴയും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരുന്നു. 20ലേക്കൊക്കെ ടെമ്പറേച്ചർ പോയിട്ടുണ്ടായിരുന്നു. ഈ ടൈമും ഏകദേശം 21, 22 ആ റേഞ്ചായിരുന്നു ടെമ്പറേച്ചർ. നമ്മളിനി ഇവിടെ ചെറിയൊരു പോണ്ടുണ്ട്. പോണ്ടിൻ്റെ സൈഡിൽ ഇരിക്കുന്നൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പോണ്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. മഴ കുറച്ച് കുറഞ്ഞപ്പോൾ വീണ്ടും പോണ്ടൊക്കെ കാണാമെന്ന് വെച്ച് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ഫിഷിംഗ് പോണ്ട്. ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാനും പറ്റും. അവരോട് ഇവിടുത്തെ മാനേജ്മെൻറ്റോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അവിടുന്ന് ഈ മലകോളിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഈ പോണ്ടിലേക്ക് വന്ന് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ ചെറുതായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാക്കിങ് ചെയ്യാം. ചെറിയൊരു ഇവിടെ ബെഞ്ചുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റിങ്ങിന്. പിന്നെ നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡാണ് ഈ വരുന്നത് ഇതൊക്കെ. അപ്പോൾ ഈ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഓരോ കോട്ടേജാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നടന്നത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. കിഡ്സിന് കാണുന്ന ഈ ചെറിയ സ്വിമ്മിംഗ് പൂളായിരുന്നു. അപ്പുറത്തുള്ളതാണ് അഡൾട്ടിന് വേണ്ടിയിട്ടുള്ളത്. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ മഴ കുറഞ്ഞപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ കാണാൻ വെച്ച് പോയി. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ മുന്നേ കുളിക്കാനുള്ളതും പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുളിക്കാനുള്ളതും ആ ഒരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. ബാത്റൂം സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. അതുപോലെ പിന്നെ ഒരു ജസ്റ്റ് ഒരു ബ്രിഡ്ജ് പോലെ ചെയ്ത് പിന്നെ അപ്പുറത്ത് പോയിട്ട് നല്ല ഫോട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. ആ പോണ്ടെന്ന് വരുന്ന വെള്ളമായിരുന്നു, ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഇതിൻ്റെ അടിയിൽ വന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നു ആ വാട്ടർഫാൾസിലേക്ക് കണക്ട് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതുവരെ ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പും കുറേ മരങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോറസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. രാത്രി റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയും റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചയാണ്. പുറത്ത് നല്ല തണുപ്പും മഴയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. താങ്ക് യു.